ഹായ് ഗെയിമാസ് ഫ്രണ്ട്. സോ അപ്പോൾ കഴിഞ്ഞ കുറേ സീരീസ് ആയിട്ട് നമ്മൾ ഒത്തിരി ബ്രാഞ്ചസ് ഡിസ്കസ് ചെയ്ത് വരുമായിരുന്നു അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ ലാസ്റ്റ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് നോക്കുന്നത്. എന്താ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഗവൺമെന്റ് ആൻഡ് ഗവൺമെന്റ് എയ്ഡഡ് സീറ്റ് കിട്ടാനായിട്ട് എത്ര റാങ്ക് വേണം എന്നുള്ള ഒരു അനാലിസിസും ആയിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. സോ നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത എല്ലാ ഡിപ്പാർട്ട്മെന്റിനെയും പോലെ തന്നെ നമ്മൾ കുറച്ച് ഗവൺമെന്റ് കോളേജസ് സെലക്ട് ചെയ്തിട്ടുണ്ട്, എയ്ഡഡ് കോളേജസ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ലാസ്റ്റ് ഇയറിലെ ഫസ്റ്റ് ഫേസിൽ എപ്പോഴും എടുത്തു പറയാണ്, നമ്മുടെ ഫസ്റ്റ് ഫേസിൽ അതായത് ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ എത്രയാണ് റാങ്ക് ലിസ്റ്റ് ഉള്ള കുട്ടികളാണ് വന്നിരിക്കുന്ന ഡീറ്റെയിൽസ് ആണ്. സോ എപ്പോഴും പറയുന്ന പോലെ മെക്കാനിക്കലിലും ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് CET തന്നെയാണ്. സോ CETയിലെ സ്റ്റേറ്റ് മെറിറ്റ് കട്ട് ഓഫ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. സ്റ്റേറ്റ് മെറിറ്റിലെ കട്ട് ഓഫ് വന്നിരിക്കുന്നത് 2745 ആണ്. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് GC തൃശ്ശൂർ ആണ്. നമ്മുടെ സെക്കൻഡ് എപ്പോഴും നമ്മൾ ടോപ്പിൽ പറയാറുള്ള കോളേജസ് ആണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. പിന്നെ എടുത്ത് ഞാൻ പറയാണ്, ഈ കോളേജസ് ഒന്നും നമ്മൾ ടോപ്പിലെ ടോപ്പ് മോസ്റ്റ് കോളേജസ് അല്ല എടുത്തിരിക്കുന്നത്. ഓക്കെ, അതും നിങ്ങൾക്ക് തെറ്റിദ്ധരിക്കപ്പെടരുത് അങ്ങനെയാണ്. സോ അവിടുത്തെ കട്ട് ഓഫ് GC തൃശ്ശൂരിലെ കട്ട് ഓഫ് വന്നിരിക്കുന്നത് 4969 ആണ്. ഓക്കെ, അടുത്ത കോളേജ് വരുന്നത് TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കൊല്ലം. 7177 ആണ് അവിടുത്തെ കട്ട് ഓഫ് വരുന്നത്. അടുത്തത് ബാട്ടൺ ഹിൽ അല്ലെ, ട്രിവാൻഡ്രം ബാട്ടൺ ഹില്ലാണ്. 8568 ആണ് അവിടുത്തെ കട്ട് ഓഫ് ആയിട്ട് വരുന്നത്. സോ നെക്സ്റ്റ് MA കോളേജ് കോതമംഗലത്തെ. സോ അവിടെ വന്നിരിക്കുന്നത് 9966 ആണ് സ്റ്റേറ്റ് മെറിറ്റിലെ കട്ട് ഓഫ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് എറണാകുളം ആണ്. അവിടെ ആയപ്പോഴത്തേനും 10,000 കയറി. ഓക്കെ, 10,379 ആണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത്. RIT കോട്ടയം, അവിടെയും 10,000 കയറിയിട്ടുണ്ട്. 10,518 വരെ കയറിയിട്ടുണ്ട്. അടുത്തതും JC കണ്ണൂർ അല്ലെ, അവിടെയും 10,000 കഴിഞ്ഞു. 10,969 ആയിട്ടുണ്ട്. സോ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ GC കോഴിക്കോടാണ്. അവിടെയും ഇതുപോലെ തന്നെ 10,977 ആണ്. നെക്സ്റ്റ് പാലക്കാട്, അതായത് NSS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പാലക്കാടാണ്. അവിടെ വന്നിരിക്കുന്നത് 11,033 ആണ് സ്റ്റേറ്റ് മെറിറ്റിലെ കട്ട് ഓഫ് വന്നിരിക്കുന്നത്. അപ്പൊ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഈ ഹയർ റാങ്ക് വന്നാൽ പോലും നിങ്ങളുടെ കാറ്റഗറൈസ് നോക്കിയാൽ നിങ്ങൾക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഗവൺമെന്റ് കോളേജിൽ തന്നെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം അത് കണ്ടിട്ട് അത് ഡിമാൻഡിങ് അല്ല എന്നുള്ള രീതി ചിന്തിക്കരുത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്താണെന്നും അതിന്റെ സ്കോപ്പും എന്തൊക്കെയാണ് നമ്മൾ പഠിക്കുന്നതും ഫ്യൂച്ചർ ഗവൺമെന്റ് ജോബ്സും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ സെഷൻസ് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ചാനൽ നിങ്ങൾ റെഗുലർ ആയിട്ട് വാച്ച് ചെയ്യുക. അപ്പോൾ ഈ ഡേറ്റ് നമ്മളിപ്പോ ഗവൺമെന്റ് കോളേജസ് മാത്രമേ നിങ്ങൾ പറഞ്ഞു നിർത്തിയുള്ളൂ. അപ്പൊ ഇനി നമ്മുടെ കയ്യിൽ ബാക്കി കോളേജസിന്റെ എല്ലാ ഡീറ്റെയിൽസും ലാസ്റ്റ് കോളേജസും എല്ലാ ഡീറ്റെയിൽസും നമ്മൾ കൊടുത്തിട്ടുണ്ട്. കാറ്റഗറി വൈസ് വരുന്നുണ്ട്. അപ്പൊ ഈ ഫോർമാറ്റിൽ തന്നെ PDF ആയിട്ട് തന്നെ നിങ്ങളിലോട്ട് നമ്മൾ ഈ ഡേറ്റ എത്തിക്കും. എന്ത് ചെയ്താൽ മതി, നമ്മുടെ കീം നാവിഗേറ്ററിന്റെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. കമ്മ്യൂണിറ്റി ലിങ്ക് നമ്മൾ കമന്റിൽ പിൻ ചെയ്തിട്ടുണ്ടാവും, ഡിസ്ക്രിപ്ഷനകത്തും കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്യുക. നമ്മുടെ കമ്മിങ് ആയിട്ടുള്ള നമ്മുടെ ലൈവ് സെക്ഷൻസ് എല്ലാവരും കാണുക. എന്തെങ്കിലും റിലേറ്റഡ് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. സോ അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു സീരീസ് ആയിട്ട് നമ്മൾ വീഡിയോസ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇനിയും യൂസ്ഫുൾ ഇൻഫോർമേഷൻ നിങ്ങളിലോട്ട് നമ്മൾ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു.